ഓ എന്താ വിശേഷമാ ഇങ്ങനെയൊക്കെ അങ്ങ് പോന്നു. മോനെന്തോ പറയുന്നു, സുഖാണോ? പിന്നെ പരമാനന്ദ സുഖമില്ലയോ? ആഹാ, അപ്പൊ അവന് ജോലിയൊക്കെ ആയി ഇല്ലയോ? ആ അവനിപ്പോ ഒരുപാട് പേർക്ക് ജോലി കൊടുത്തോണ്ടിരിക്കുമല്ലയോ? ആ, അപ്പൊ വലിയ നിലയിലായി. ഉവ്വ, അവൻ ബാക്കിയുള്ളവർക്കൊരു ജോലിയാന്നാ പറഞ്ഞത്. പിന്നെ ഇപ്പം അതൊന്നും പോരാഞ്ഞിട്ടേ ഇൻസ്റ്റഗ്രാമിൽ എന്തുവാ മോട്ടിവേഷൻ സ്പീക്കർ ആവാൻ നടക്കുക. ജീവിതത്തിലെ ഓരോ നിമിഷവും ആസ്വദിക്കുക, സ്നേഹിക്കുക പരസ്പരം. ശുഭദിനം. ശുഭദിനം. ചെറുക്കനൊക്കെ ഈ പ്രായത്തിലെ മോട്ടിവേഷൻ സ്പീക്കറായി. നമ്മുടെയൊക്കെ പ്രായമാകുമ്പോഴത്തേക്ക് മോട്ടിവേഷൻ സ്പീക്കറല്ല, മോട്ടിവേഷൻ ആംപ്ലിഫയർ ആവും. ഇതിൻ്റെയൊക്കെ മോളിൽ നിൽക്കുന്ന ഒരു ഐറ്റം വേണം ചെയ്യാൻ. കേൾക്കുമ്പോൾ തന്നെ ആളുകൾ ഇങ്ങനെ തരിച്ച് കയറി മോട്ടിവേറ്റഡ് ആവണം. ലോൺലിനെസ്, ഒറ്റപ്പെടൽ. ഒറ്റപ്പെടൽ വെറും ഒരു പെടലല്ല, ചതിക്കുന്നവരിൽ നിന്നും വഞ്ചിക്കുന്നവരിൽ നിന്നുമുള്ളൊരു രക്ഷപ്പെടലാണ്. ഒറ്റപ്പെടൽ ഒരു രക്ഷപ്പെടൽ. ഒറ്റപ്പെടൽ. എന്തുവാടാ ചതിയും വഞ്ചനെ? രാവിലെ നല്ലതൊന്നും പറയാനില്ലയോ? അമ്മ, ഇത് മോട്ടിവേഷനാണ്, മോട്ടിവേഷൻ. മോട്ടിവേഷൻ എന്തിനാടാ ചതിയും വഞ്ചനയൊക്കെ? മമ്മ, ഞാൻ സന്തോഷവാനാണ്. ഞാൻ എൻ്റെ ചുറ്റുമുള്ളവരെയും സന്തോഷമായിട്ട് വയ്ക്കുന്നു. ഇത്തരത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള വാട്സപ്പ് സ്റ്റാറ്റസോ സ്റ്റോറീസോ അമ്മ എവിടെയെങ്കിലും കാണാറുണ്ടോ? ഞാൻ ഒറ്റപ്പെട്ടു, ഞാൻ ചതിക്കപ്പെട്ടു, എൻ്റെ ഒറ്റപ്പെടലിൻ്റെ വേദന ആരും കേട്ടില്ല. ഈ വക നെഗറ്റീവ് മതി എല്ലാവർക്കും. സോ ആസ് എ മോട്ടിവേഷൻ സ്പീക്കർ നമ്മളും അത് വേണം ഫോളോ ചെയ്യാൻ. എടാ, ജീവിതത്തിൽ ഇന്ന് വരെ നീ ഒരു ജോലിക്ക് പോയിട്ടില്ല, മറ്റുള്ളവർക്ക് മോട്ടിവേഷൻ തോന്നുന്ന ഒരു കാര്യങ്ങളും നീ ചെയ്തിട്ടുമില്ല. പിന്നെ നീ എങ്ങനെയാടാ മോട്ടിവേഷൻ സ്പീക്കർ ആവുന്നത്? മമ്മ, ഒരു കുറ്റാന്വേഷകനാവാൻ നമ്മൾ കുറ്റം ചെയ്യണമെന്നില്ലല്ലോ. സോ ഇതത്ര പാടുള്ള പരിപാടിയൊന്നുമല്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്ന ആൾക്കാർ, ഒരുപാട് തകർച്ചയിലൂടെ കടന്നു പോകുന്ന ആൾക്കാർ, ഇവരുടെയൊക്കെ മനസ്സിൽ നിന്ന് 100 തവണയൊക്കെ മനസ്സ് പറഞ്ഞ കാര്യങ്ങൾ തന്നെ ആയിരിക്കും നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷേ ഉള്ളിൽ നിന്ന് 100 തവണ കേട്ടാലും അതുങ്ങളൊന്നും മോട്ടിവേറ്റ് ആവില്ല. പുറത്തുനിന്ന് ആരെങ്കിലും ഒരു തവണ പറഞ്ഞാൽ യെസ് ഐ ആം മോട്ടിവേറ്റഡ്. ഇതാണ് ഇതിൻ്റെ ഒരു സൈക്കോളജി. ഉദാഹരണത്തിന്, നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ കാല് തട്ടി വീണു. ഒരു മോട്ടിവേഷൻ സ്പീക്കർ വന്നിരുന്നെങ്കിൽ, എന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്തിരുന്നെങ്കിൽ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അവിടെ കിടക്കുമോ? ഇല്ലല്ലോ, കൈ കുത്തി അങ്ങ് എഴുന്നേക്കും. ഇത് ആളുകൾക്ക് മനസ്സിലാവാത്രത്തോളം കാലം ആസ് എ മോട്ടിവേഷൻ സ്പീക്കർ എനിക്ക് ഒരുപാട് സാധ്യതകളുണ്ട്. മറ്റുള്ളവരുടെ കാര്യമൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ നീ ആ വീഴുന്നെങ്കിൽ ഒരു 10 മോട്ടിവേഷൻ സ്പീക്കർമാരെ വിളിച്ചു വരുത്തും. അത്രയ്ക്ക് ലോല ഹൃദയമല്ലയോ നിൻ്റെ? അമ്മേ, ഇങ്ങനെ ഡീമോട്ടിവേറ്റ് ചെയ്യരുത്. ഇങ്ങനെ ഡീമോട്ടിവേറ്റ് ചെയ്താണ് അമ്മ എൻ്റെ പല സംരംഭങ്ങളും തകർത്തിട്ടുള്ളത്. ഞാൻ എന്തോ തകർത്തടാ? എടാ, നീ കഴിഞ്ഞ ദിവസേ ഒരു നോർത്ത് ഇന്ത്യൻകാരിയുടെ വീഡിയോ കണ്ടേച്ച് കുറേ ചന്ദനക്കുറിയൊക്കെ തൊട്ടിട്ട് ഉണരൂ ഉണരൂ കരുണാമയനെ എന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തായിരുന്നല്ലോ. എന്നിട്ട് അതെന്തിയേ? അങ്ങനെ ചന്ദനക്കുറിയൊക്കെ തൊട്ട് വീഡിയോ ഇട്ടായിരുന്നു. ഭക്തിസാന്ദ്രമായ എൻ്റെ വീഡിയോയുടെ ബാക്കിൽ ഒരു ബീഫ് മസാലയുടെ കവർ ഇരിപ്പുണ്ടായിരുന്നു. നോർത്തിൽ നിന്ന് ഒരുപാട് പേര് ഫോൺ ചെയ്ത് പള്ളു വിളിച്ച്. നമുക്കതൊന്നും പറ്റൂലമ്മേ. ആ, ഇതാ ഞാൻ പറഞ്ഞത്, നിന്റെ മനസ്സിന് കട്ടിയില്ലെന്ന്. ആരെങ്കിലും വിളിച്ച് എന്തെങ്കിലും ഒന്ന് പറയുമ്പോഴത്തേനും നീ അങ്ങ് ഡൗൺ ആവും. അങ്ങനെ ഡൗൺ ആവുന്ന ലക്ഷ്യങ്ങളെ ഉയർത്തിക്കൊണ്ടുവരലാണ് എൻ്റെ ലക്ഷ്യം. എൻ്റെ മോട്ടിവേഷൻ പേജിന് നല്ലൊരു പേര് വേണം, അത് വല്ലതും ആലോചിക്കുക. ഇപ്പോൾ ഈ ശിബുദിനം എന്നൊക്കെ പറയുന്ന പോലെ കാർത്തിക് പോലെ ശങ്കരദിനം. ശങ്കരദിനം അതെനിക്കും സംശയമുണ്ട്. എന്തോന്ന്? നീ ശങ്കരയിനമാണോന്ന്? മമാ സ്റ്റോപ്പ് ഇറ്റ്, യു ഗോ ഗോ. എവിടം വരെ പോകും നമുക്ക് കാണാം. വീട്ടിലെ മോട്ടിവേഷൻ അല്ല, പിന്നെ നാട്ടിൽ കിട്ടുമോ? നല്ലൊരു മോട്ടിവേഷൻ കോട്ട് സെറ്റ് ചെയ്യണം. വിമ്മിൽ 100 നാരങ്ങയുടെ ശക്തിയുണ്ട്, എന്നാൽ വിമ്മ് പിഴിഞ്ഞാൽ നാരങ്ങ വെള്ളം കിട്ടില്ല. സെറ്റ്. വൈറൽ സാധനം. നല്ല കിടില മോട്ടിവേഷൻ വീഡിയോ ഇട്ട് കൊടുത്തേക്കുന്നത്. കമൻസ് എവിടെ? കമൻസ് നോക്കട്ടെ. കമൻസ്. ചേട്ടാ, കിടിലം വീഡിയോ. എൻ്റെ പറമ്പിലെ വാഴ വരെ മോട്ടിവേറ്റഡായി. ചേട്ടാ, ഇനി ഇതുപോലുള്ള മോട്ടിവേഷൻ വീഡിയോ ചെയ്യാം. ഞാൻ മോട്ടിവേറ്റഡായി പഞ്ചായത്ത് ഗ്രൗണ്ട് വഴി 2 റൗണ്ട് ഓടി. സക്സസ്. നിനക്ക് വേറെ പണിയൊന്നുമില്ലേ, പോയി ചത്തൂടെ? എന്താ പറ്റിയടാ? അമ്മ, എൻ്റെ മോട്ടിവേഷൻ വീഡിയോയിൽ ഒരു നെഗറ്റീവ് കമൻറ്റ്. ഒരു നെഗറ്റീവോ? ഞാൻ നോക്കിയപ്പോൾ മൊത്തം നെഗറ്റീവായിരുന്നു. അമ്മേ, ഞാൻ ഡിപ്രഷനില്ല, അമ്മ അപ്പുറത്ത് പോ. ബെസ്റ്റ്. എടാ, ഇതാ ഞാൻ പറഞ്ഞത്, നിന്റെ മനസ്സിന് ഒട്ടും കട്ടിയില്ലെന്ന്. അമ്മേ, ഞാൻ ആ കമൻറ്റ് വായിച്ചത് മനസ്സുകൊണ്ടല്ല, ഹൃദയം കൊണ്ടാണ്. അതാ ഞാൻ ഡിപ്രസ്ഡ് ആയത്. എടാ ലോല ഹൃദയ, നിനക്കിഷ്ടമുള്ള കാര്യങ്ങൾ നീ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യേ, എന്നിട്ട് നിന്റെ മൈൻഡ് എൻഗേജ്ഡ് ആക്കി വെക്ക്.
എൻ്റെ മൈൻഡ് ഇവിടെ കല്യാണം കഴിക്കാൻ മുട്ടിയിരിക്കുമല്ല, എൻഗേജ്ഡ് ആവാൻ. അമ്മ അപ്പുറത്തങ്ങനെ പോയേ. ഹലോ. ഹലോ ഡോക്ടർ, എൻ്റെ പേര് കാർത്തിക്. ഒരു 5 മിനിറ്റായിട്ട് എനിക്ക് ഡിപ്രഷനാണ്. ഓക്കെ, കാർത്തിക് എന്ത് ചെയ്യുന്നു? ജോലിയൊന്നുമില്ല, ഞാൻ പഠിത്തമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇങ്ങനെ നിൽക്കുക. ആ, അതാണ് പ്രോബ്ലം. ചുമ്മാ ഇരിക്കാതെ ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നോക്കൂ. റിസൾട്ട് ഒന്നും നോക്കണ്ട. ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്ത് മൈൻഡ് എൻഗേജ്ഡ് ആക്ക്. മൈൻഡ് എൻഗേജ്ഡ് ആക്കാനോ? അങ്ങനെ ഡോക്ടറെ വിളിക്കേണ്ട കാര്യമുണ്ടോ? ഇപ്പോൾ എൻ്റെ അമ്മ ഇതങ്ങോട്ട് പറഞ്ഞിട്ട് പോയതേ ഉള്ളൂ. കാർത്തിക്, നമുക്ക് നല്ലത് വരണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ സജഷൻസ് ഒക്കെ ഒന്ന് കേൾക്കാം കേട്ടോ. എന്നിട്ടും പറ്റിയില്ലെങ്കിൽ മാത്രം ഞങ്ങളെയൊക്കെ ഡിപ്പെൻഡ് ചെയ്താൽ മതി. അമ്മ മോട്ടിവേഷൻ സ്പീക്കറാണോ? എടാ, എല്ലാ അമ്മമാരും മോട്ടിവേഷൻ സ്പീക്കർമാരാ. പക്ഷെ ഒരു മക്കളും അമ്മമാർ പറയുന്നത് കേൾക്കത്തില്ല. ഞാൻ കേൾക്കാം. അമ്മ എന്നെ മോട്ടിവേറ്റ് ചെയ്യും, ഞാൻ കേൾക്കാം. ഞാൻ മോട്ടിവേറ്റ് ചെയ്യാം, പക്ഷെ നീ മോട്ടിവേറ്റഡ് ആവണേ. ആയിരിക്കും. അമ്മ ഇപ്പം മോട്ടിവേറ്റ് ചെയ്യാൻ പോകുന്നതിൽ ഞാൻ ഒരു മോട്ടിവേഷൻ സ്പീക്കർ ആവും. മോട്ടിവേഷൻ താ. ഒരു ലക്ഷ്യബോധം ഇല്ലാതെ നടക്കുന്ന മകനെ ഒരമ്മയ്ക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ മോട്ടിവേഷനായത്. മോട്ടിവേറ്റഡ് ആയോ? Mugandi, Kuniandi, Mugandi, Kuniandi.